ശ്രീ ടി പി ജയചന്ദ്രൻ, അങ്ങനെയാവുമ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയേണ്ടതായിരുന്നുവല്ലോ. അദ്ദേഹത്തിനെതിരെയുള്ള നേരിട്ടുള്ള ആരോപണവും രാഹുൽ ഗാന്ധി ഉന്നയിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും രാഹുലിന് പറയാം, പേടി കാരണമാണ്, മറുപടി ഇല്ലാത്തത് കൊണ്ടാണ് ആഭ്യന്തരമന്ത്രി ലോക്സഭയിൽ വരാതിരുന്നത് എന്ന്. നോക്കൂ മഞ്ജുഷ്, പാർലമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലാണ് എന്നാണ് അറിയപ്പെടുന്നത്. രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശനും മുതുമുത്തശ്ശനും പിതാവും മുത്തശ്ശിയും അടങ്ങുന്ന വലിയൊരു നേതൃനിര പാർലമെന്റിനെ അലങ്കരിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവായിട്ട് അദ്ദേഹത്തിന്റെ പിതാവും എനിക്ക് തോന്നുന്നു പാർലമെന്റിനകത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ സഭ്യേതരമായ ഭാഷ ഉപയോഗിക്കുക, തന്റെ കോമാളിത്തരം കൊണ്ട് ആളുകളെ ഇട്ട് വിഡ്ഢികളാക്കുക, അവസാനം കോടതികളിലും മറ്റുള്ളവിടത്തും കേസിനെ നേരിടുക, അവിടെ പോയി മാപ്പ് പറയുക, തെളിവുകളുടെയും വസ്തുതകളുടെയും പിൻബലമില്ലാതെ വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന മട്ടിൽ, ഞാൻ എന്റെ വായിൽ വന്ന വാക്ക് ഞാൻ പ്രയോഗിക്കുന്നില്ല, അതൊരു ചർച്ചയിൽ ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നു, ആ തരത്തിൽ പുറത്തു പറയുക, ഇതൊരു പ്രതിപക്ഷ നേതാവിന് ഭൂഷണമാണ്. ഇനി എന്റെ സുഹൃത്ത് പറഞ്ഞല്ലോ ഇവിടെ അദ്ദേഹം ഒളിച്ചോടിയെന്ന്. നോക്കൂ, ഡാറ്റകൾ വെച്ച് ഞാൻ സംസാരിക്കാം. അദ്ദേഹത്തിന്റെ പാർലമെന്റിലെ ഹാജർ നില, ഈ വലിയ കുറ്റം പറയുന്ന ഒരാൾ ഒരു യോഗത്തിലെത്താത്തത് ഭീരുത്വം കൊണ്ടാണ് എന്ന് കുറ്റം പറയുന്ന രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റിലെ ഹാജർ നിലയും അദ്ദേഹം ചോദ്യങ്ങളുടെയും കണക്കുകൾ, ഡാറ്റകൾ ഇന്ന് ഓപ്പൺ മീഡിയയിൽ ലഭ്യമാണ്. 42% മഞ്ജുഷേ ഈ ഇന്ന് വലിയ വീരവാദം മുഴക്കുന്ന ഭാരതത്തിന്റെ LOPയുടെ 2009-2014 കാലയളവിൽ ഹാജർ നില. ബാക്കിയുള്ള 48%, 100-ൽ 58 ദിവസവും അദ്ദേഹം പാർലമെന്റിൽ വരാതിരുന്നത് ഭീരുത്വം കൊണ്ടായിരുന്നോ? പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ തന്റെ ചോദ്യങ്ങൾക്ക് നേരിടുന്ന മഠയത്തനം കൊണ്ടായിരുന്നോ? 2014 മുതൽ 2019 വരെ ഏകദേശം അദ്ദേഹത്തിന്റെ ഹാജർ നില 52% എന്ന് പറഞ്ഞാൽ 100-ൽ 52 ദിവസമാണ് അദ്ദേഹം പാർലമെന്റിൽ വന്നത്. 48 ദിവസവും അദ്ദേഹം എവിടെയായിരുന്നു എന്ന് കോൺഗ്രസ്സുകാർ അന്വേഷിച്ച് ഉത്തരം പറയട്ടെ. 2019 മുതൽ 24 വരെ വയനാട് MP ആയപ്പോൾ ഹാജർ 51%. 24 മുതൽ ഇപ്പോൾ ഉള്ള MP-യുടെ കാലാവധി കിട്ടിയിട്ടില്ല. ഞാൻ ചോദിക്കുന്നത്, വളരെ കൃത്യമായിട്ട് അവിടെ പറഞ്ഞു, ഇത് പ്രതിപക്ഷ നേതാവിനെ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയെ കുറിച്ചുള്ള ചോദ്യം അദ്ദേഹം മുൻകൂട്ടി നോട്ടീസ് കൊടുത്തതാണോ? ഇദ്ദേഹം പറഞ്ഞത് എന്തെങ്കിലും തെളിവിന്റെ അടിസ്ഥാനത്തിലാണോ? അദ്ദേഹത്തെ നോക്കൂ, വളരെ കൃത്യമായിട്ട് ഇത്ര അഹങ്കാരത്തോടെയും അഭിമാനത്തോടെയും ആ വിഷയം ഇപ്പൊ കോടതിയുടെ പരിഗണനയിലാണ്. കോടതിയിൽ 2 തരം വാദങ്ങൾ ഉന്നയിക്കപ്പെട്ടു. അവിടെ ചില നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് പരാതി വന്നു. ഈ ആക്രമിക്കപ്പെട്ട പോലീസുകാരുടെ ബന്ധുക്കൾ അവരുടെ വക്കീലിലൂടെ മറ്റു ചില വാദങ്ങൾ നിരത്തി. 208ഓളം ആളുകൾക്ക്, 82ഓളം ആളുകൾക്ക് പരിക്ക് പറ്റിയതിന്റെ ചിത്രങ്ങൾ, അവർ ചോരയൊലിപ്പിച്ചു പോകുന്ന ചിത്രങ്ങൾ, പോലീസുകാരികളുടെ ശരീരത്തിൽ ചില ആളുകൾ നടത്തിയ വിക്രിയകൾ, ഇതൊക്കെ പരിശോധിച്ച കോടതി എന്താ പറഞ്ഞത്? ഇത് പരിശോധന വിധേയമാക്കണം. ഗവൺമെന്റ് എന്ത് പറഞ്ഞു? സ്വാഗതം ചെയ്തിരിക്കുന്നു. ഇനി ഈ സമരത്തിൽ രാഹുൽ ഗാന്ധി എവിടെയായിരുന്നു മഞ്ജുഷ കഴിഞ്ഞ കുറെ കാലം? ഇപ്പൊ പ്രധാനമന്ത്രി, അദ്ദേഹം ആഭ്യന്തരമന്ത്രിയെ കുറിച്ച് പറഞ്ഞല്ലോ, അത് പ്രധാനമന്ത്രിയുടെ വീടിന് മുന്നിൽ സമരം നടന്നപ്പോഴാണ് രാഹുൽ ഗാന്ധി എത്തിയത്. അത് കോൺഗ്രസിന്റെ ഒരു മിന്നൽ നീക്കവുമായിരുന്നു. പക്ഷെ താങ്കൾ പറഞ്ഞു, താങ്കൾ രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റിലെ സാന്നിധ്യം വെച്ചുകൊണ്ടാണ് ഈ അമിത്ഷായ്ക്ക് പേടിയാണ് എന്നുള്ള അദ്ദേഹത്തിന്റെ പരാമർശത്തെ നേരിട്ടത്. പക്ഷേ അമിത്ഷാ സാധാരണയായിട്ട് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്നയാളാണ്. ഇന്നലെ മുതൽ പറയുന്നുണ്ട് അമിത്ഷാ എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്ന്. പ്രധാനമന്ത്രി എന്തുകൊണ്ട് നിർണായകമായി ഈ ബില്ലിന്റെ ചർച്ചാവേളയിൽ പാർലമെന്റിൽ എത്തുന്നില്ല എന്ന ചോദ്യം ഉയർത്തുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിന് ആ വാദം ഉന്നയിക്കാൻ കഴിയും, ഒളിച്ചോട്ടം എന്നുള്ള കാര്യം. അല്ല മഞ്ജുഷേ, പാർലമെന്റിലെ LOP അല്ലേ ആദ്യം സംസാരിക്കാറ്? അദ്ദേഹം സംസാരിക്കുന്നു, അദ്ദേഹത്തിന് വേണ്ടത് മറുപടിയല്ലേ? വയറ് നിറച്ചു കൊടുക്കാൻ സമയമാകുമ്പോ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി എത്തും, ഇന്ത്യയുടെ പ്രധാനമന്ത്രി എത്തും. എന്താ സംശയം? മുമ്പുണ്ടായ അനുഭവം നമുക്കതല്ലേ? പ്രോംപ്റ്റർ കംപ്ലൈന്റ് ആണോ മാസ്റ്ററെ? പ്രോംപ്റ്ററിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ? 2 ദിവസം കൊണ്ട് ശരിയാക്കി കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടോ? അതൊരു കാര്യം ചോദിച്ചാൽ മതി. അത് താങ്കള് ഉത്തരം പറയേണ്ട വേറെ ഉത്തരവുണ്ട്. താങ്കൾ ഇങ്ങനെ ഇടപെട്ട് പൊട്ടിപ്പീരായിട്ട് മാതിരി പറയണ്ട. നിങ്ങൾക്ക് അവസരം വരുമ്പോൾ നിങ്ങൾ പറയാ. നിങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഞാനും പറയാൻ തുടങ്ങുമ്പോൾ നമ്മളെ ചർച്ച എവിടെ എത്തൂല. ഇനി ഇപ്പം പറഞ്ഞല്ലോ രാഹുൽ ഗാന്ധി, ആരെയാണ് സാർ പേടിക്കേണ്ടത്? നിങ്ങൾ ഈ പറയുന്ന എന്തിന് കേടുപറ്റിയാലും മഞ്ജുഷേ, ഇതിനു മുമ്പ് ഇദ്ദേഹം, നിങ്ങളിപ്പോ ഇൻഡോയിൽ കോൺഗ്രസ്സുകാർ പറഞ്ഞ മാതിരിയിൽ മോദി ഉറച്ചു, BJP താഴെ ഇറങ്ങി എന്നൊക്കെ പറഞ്ഞു ഒരുപാട് യാത്രകളും ഒരുപാട് പ്രക്ഷോഭങ്ങളും ഒക്കെ നടത്തിയ ഇദ്ദേഹത്തിന്റെ പാസ്റ്റ് റെക്കോർഡ് കൂടി ഒന്ന് മഞ്ജുഷ് കോൺഗ്രസ് മോദിയോട് പറയാൻ പറ. അദ്ദേഹത്തിന്റെ ഭാരത് ജോഡോ യാത്ര നടത്തി എവിടെയൊക്കെ സ്ഥലത്ത് പോയി? അന്ന് എന്താ നമ്മൾ ചർച്ച ചെയ്തത്?
ഇതാ മോഡി താഴെ ഇറങ്ങി, BJP പേടിച്ചോടി, BJP ചർച്ചയ്ക്ക് വരുന്നില്ല. ആ പോയ എത്ര സ്ഥലത്ത് ഈ മഹാന്റെ പാർട്ടിയുടെ വിജയം കൊയ്തിട്ടുണ്ട്. അല്ല കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയത്തിന് തൊട്ടടുത്ത് എത്തി കേട്ടോ ശ്രീ TP ജയചന്ദ്രൻ. ഭാരത് ജോഡോ യാത്രയുടെയൊക്കെ ഒരു പ്രയോജനം അതിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അത്രയും സീറ്റുകൾ കിട്ടിയത്. മഞ്ജുഷേ, ഞാനൊന്ന് പൂർത്തിയായിക്കോട്ടെ മഞ്ജുഷേ, ഞാനൊന്ന് പൂർത്തിയായിക്കോട്ടെ. അവസാനം അദ്ദേഹം SIR-ന്റെ പ്രശ്നവും വന്ന് ബീഹാറിൽ പോയി ഇല്ലേ? ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഉണ്ടാക്കിയ ചിത്രം എന്താണ്? 99 തെരഞ്ഞെടുപ്പിനാണ് ഇദ്ദേഹം നേരിട്ടത് മഞ്ജുഷേ. ആ 99-ലും അദ്ദേഹത്തിന് അവസാനം 100-ലല്ല 99 കിട്ടിയത്. അവിടെ പോലും രാജ്യത്തെ ഈ പ്രതിപക്ഷ സമരത്തിന് കുറ്റം കൊള്ളുന്നുണ്ടല്ലോ ഇവരൊക്കെ. ആ ചർച്ചയിൽ എവിടെയെങ്കിലും ഈ പറയുന്ന കോക്രോച്ച് പാർട്ടി ഇവരെ വിളിച്ചിരുന്നോ? ഇവരൊരു കൈക്കോടാലിയായിരുന്നു അവർക്ക്. അത് രാഹുൽ ഗാന്ധിക്ക് അറിയാൻ പോകുന്നേ ഉള്ളൂ. ഈ പ്രതിപക്ഷത്തിന്റെ ഇവരുടെ സത്യത്തില് പ്രതിപക്ഷത്തിന്റെ പരാജയമല്ലേ ഒരർത്ഥത്തിൽ ഇവരിപ്പോ വിളിച്ചു പറയുന്നത്? ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായി എന്ന് കുറ്റം കൊള്ളുന്നവർ ആ സമരത്തില് പ്രതിപക്ഷം എന്ന നിലയ്ക്ക് ഇവരുടെ പരാജയമല്ലേ അവിടെ ചില അരാജകവാദികൾ കയറി വരാൻ? ശരി ശരി ശ്രീ TP ജയചന്ദ്രൻ, ശ്രീ മോഹൻ വർഗീസ്, അങ്ങനെ താങ്കൾ കാണുന്നുണ്ടോ ഇത് പ്രതിപക്ഷത്തിന്റെ പരാജയം? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.